പരിശോധനയ്ക്ക് ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായ രീതിയിലായിരുന്നു. ഇതാണോ പറഞ്ഞത്? ഇതിനുള്ളയാണോ ഉപ്പിലിട്ട് വെച്ചേക്കാന്ന്? ഈ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ഏരിയ ആണോ ഞാൻ ഈ കാണുന്നത്? റുട്ടീൻ പരിശോധനയുടെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയത്. അതായത് ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്കുണ്ട്. പാല്, നെയ്യ്, തൈര്, ശർക്കര, പപ്പടം, പച്ചക്കറികൾ എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള റോസ് വാട്ടർ ഉപയോഗിച്ച് അത് നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലേക്ക് വരുമ്പോൾ അത് ഒട്ടും അനുവദിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം. അപ്പോൾ അതുപോലെ തന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ പ്രത്യേക ഉദ്ദേശം. നമസ്കാരം. ഭക്ഷ്യവസ്തുക്കൾക്കായി ഉപയോഗിക്കുന്ന റോസ് വാട്ടറിൽ മാരക രാസവസ്തുക്കൾ കലർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടച്ചുപൂട്ടി സീൽ വെച്ചു. കോഴിക്കോട് നല്ലളത്ത് പ്രവർത്തിക്കുന്ന ആസാദ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന നിർമ്മാണ കേന്ദ്രമാണ് ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ ഓണം എന്ന പേരിൽ നടത്തിയ മിന്നൽ പരിശോധനയുടെ ഭാഗമായി അടച്ചുപൂട്ടി സീൽ വെച്ചത്. ബിരിയാണി, പായസം മുതലായ ഭക്ഷ്യവസ്തുക്കളിൽ രുചിയും ഗന്ധവും കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റോസ് വാട്ടറിനകത്താണ് ഇത്തരത്തിൽ മാരക രാസവസ്തുക്കൾ കലർന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസൻസ് ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. ഇത് ചന്ദനത്തിരി, അതുപോലെ തന്നെ പെർഫ്യൂം പോലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസൻസ് ആണ് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള റോസ് വാട്ടറിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ സ്ഥാപനം അടച്ചുപൂട്ടി സീൽ വെപ്പിച്ചത്. ഓപ്പറേഷൻ ഓണം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഫോം ചെയ്ത ഒരു സ്ക്വാഡാണ്. നമ്മുടെ ഈ ഓണക്കാലം, അതായത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണക്കാലത്ത് നമ്മുടെ കേരളത്തിന് അകത്തും അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. അതായത് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന പഴം, പച്ചക്കറികൾ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പൊടികൾ, അതായത് കറി മസാല പൊടികൾ, പാല്, തൈര്, അങ്ങനത്തെ എല്ലാ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് വളരെ കാര്യമായിട്ടുള്ളതും കർശനമായിട്ടുള്ളതും പരിശോധന നടത്താനാണ് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നത്, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. പാല്, നെയ്യ്, തൈര്, ശർക്കര, പപ്പടം, പച്ചക്കറികൾ എല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആസാദ് ഫുഡ്സ് എന്നൊരു സ്ഥാപനമുണ്ട് നല്ലളത്തുള്ളത്. അപ്പോൾ അത് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നത്. അവിടെ മെയിൻലി സിന്തറ്റിക് വിനാഗിരി, അച്ചാറുകൾ, സോസുകൾ, മെയിൻലി ഇതാണ് ഉൽപാദനം അവിടെ നടത്തുന്നത്. റോസ് വാട്ടറും അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അന്ന് പരിശോധനയ്ക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായ രീതിയിലായിരുന്നു അവരുടെ ആ പ്രോസസ്സിങ് ഏരിയ, അതായത് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന ഏരിയ, പാക്കേജിങ് ഏരിയ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം. വൃത്തിഹീനം എന്ന് പറഞ്ഞാൽ വേസ്റ്റുകളും, അതുപോലെ തന്നെ മാറാല, എലിക്കാഷ്ടം, അതുപോലെ തന്നെ പാറ്റയുടെയൊക്കെ അവശിഷ്ടങ്ങൾ, ഒത്തിരി പൊടി പിടിച്ച നിലയിലുള്ള സൂക്ഷിക്കുന്ന ഒരു ഏരിയ. ഇപ്പൊ ഈ ആസാദ് ഫുഡ്സ് എന്ന് പറയുന്നത് ഫുഡ് മാനുഫാക്ചറിംഗ്. അതെ. പിന്നെ എങ്ങനെയാണ് പരിശോധന? നമ്മുടെ റുട്ടീൻ, ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള റുട്ടീൻ പരിശോധനയായിരുന്നു. അപ്പോൾ റുട്ടീൻ പരിശോധനയുടെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയത്. അപ്പോൾ അവർക്കപ്പം തന്നെ സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ക്ലീൻ ആക്കിയതിനു ശേഷം ഇനി അങ്ങോട്ടേക്കുള്ള പ്രവർത്തനത്തെ പറ്റി ചിന്തിച്ചാൽ മതി എന്ന രീതിക്ക് അവരുടെ നിർദ്ദേശം നൽകുകയും, അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഈ അവിടെ കണ്ട കാര്യങ്ങൾ വിശദമായിട്ട് എഴുതി ഒരു നോട്ടീസും മഹസറും അവിടെ നിന്ന് റെഡിയാക്കി അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ എടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ പരിശോധന സമയത്ത് കണ്ടൊരു കാര്യമാണ് റോസ് വാട്ടർ അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ റോസ് വാട്ടറിൽ നമ്മുടെ നിയമപ്രകാരം എന്തൊരു ഫുഡ് ഐറ്റം നമ്മൾ നിർമ്മിച്ചാലും അതിൽ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം ഇടാനായിട്ട്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ റോസ് എസൻസ് എന്നുള്ളത് സിന്തറ്റിക് എസൻസ് ആയിരുന്നു, അതായത് ഫോർ ഇൻഡസ്ട്രിയൽ യൂസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വിശദമായി നോക്കിയപ്പോൾ അതൊരു സിന്തറ്റിക് ആയിട്ടുള്ള എസൻസ് ആണ്. അതും ഫുഡ് യൂസിനുള്ളതല്ലാതെ. അത് നമ്മുടെ ഈ അഗർബത്തി, ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനേഴ്സ് ഒക്കെ വരില്ലേ, പെർഫ്യൂംസ്,
പെർഫ്യൂംസ്, ഡിറ്റർജന്റുകൾ, അതിലൊക്കെ റോസ് മണം വരാനായിട്ട് യൂസ് ചെയ്യുന്ന എസൻസ് ആണത്. ഇതാണ് റോസ് വാട്ടറിൽ ഇടുന്നത്. ആൻഡ് ഈ റോസ് വാട്ടറിൽ FSSAI ലേബലോട് കൂടി നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇവര് ഈ റോസ് എസൻസ് വെച്ചാണ് റോസ് വാട്ടർ ഉണ്ടാക്കുന്നത്. ഈ റോസ് വാട്ടർ നമ്മുടെ വിപണിയിൽ വരുന്നുണ്ട്. ഈ വിപണിയിൽ വരുന്ന ഈ റോസ് വാട്ടർ ആക്ച്വലി ബിരിയാണി, നമ്മുടെ എന്തിലേക്കാണോ റോസ് വാട്ടർ പോണത് അതിലൊക്കെ ഇത് പോകുന്നുണ്ട്. അതായത് ബിരിയാണി അതുപോലത്തെ സാധനങ്ങളിലൊക്കെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സിന്തറ്റിക് എസൻസ് അവരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രേഡും സിന്തറ്റിക് ഗ്രേഡും രണ്ട് ഗ്രേഡാണ്. അതായത് കെമിക്കലി പറയുകയാണെങ്കിൽ മോളിക്കുലാർ വ്യത്യാസമുണ്ട്, രണ്ടിനെ ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സിന്തറ്റിക് എസൻസുകൾ നമുക്ക് ശരീരത്തിന് പല രീതിക്കുള്ള രോഗങ്ങളും ഉണ്ടാക്കാം. കാഴ്സനോജനിക് ആവാം. കാഴ്സനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ആവാം. അല്ലെങ്കിൽ അത് അതുകൊണ്ടാണല്ലോ ഫുഡ് ഗ്രേഡ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഫുഡ് ഗ്രേഡിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റോസ് വാട്ടർ ഉപയോഗിച്ച് അത് നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലേക്ക് വരുമ്പോൾ അത് ഒട്ടും അനുവദിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം. അപ്പോൾ ഇതിന്റെ സാമ്പിൾ എടുത്ത ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ഈ ഒരു സാധനത്തിന്റെ വിൽപ്പന നമ്മളവിടെ സ്റ്റോക്ക് സീസ് ചെയ്ത് വെച്ച് വിൽപ്പന നടത്താൻ സാധിക്കുന്നതല്ല എന്ന രീതിയിലുള്ള നോട്ടീസും കൊടുത്തുകൂടെ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാബ് റിപ്പോർട്ടും ഈ തുടർ നടപടികളും അതിന്റെ നോട്ടീസ് കൊടുത്തു. ഓൾറെഡി അന്ന് തന്നെ സ്ഥാപനം നമ്മൾ ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇനി അവിടെ ഈ പറഞ്ഞ പോലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ഉള്ള കാര്യങ്ങൾ അവിടെ അവർക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കുകയും വേണം. ഇനി തുടർ നിർദ്ദേശം നമ്മുടെ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കും നൽകുന്നത്. അത് കേസായിരിക്കും. അതായത് കോടതിയിൽ കേസായിട്ട് ഫയലാവും. അതായത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമല്ലല്ലോ റോസ് വാട്ടർ നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയധികം നമ്മുടെ സമൂഹത്തിലെ പബ്ലിക്കിന് ഒരു വിപത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പൊ ആസാദ് ഫുഡ്സ് എന്നല്ല, ഏതൊരു റോസ് വാട്ടർ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനവും ശ്രദ്ധിക്കേണ്ട കാര്യം, റോസ് വാട്ടർ ആയിക്കോട്ടെ, റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബിരിയാണിയിലേക്ക് പോകുന്നതാണ്. ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി, ഇപ്പൊ അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ അതിലൊക്കെ ചില സ്വീറ്റ്സിലൊക്കെ റോസ് വാട്ടർ ഇടാറുണ്ട്, ആ റോസ് ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ റോസ് ഫ്ലേവർ കിട്ടാനായിട്ട് ഇടുന്ന അത്തരം റോസ് വാട്ടർ പോലത്തെ സാധനങ്ങൾ എന്താ പറയുക, ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള എസൻസിൽ തന്നെ ഉണ്ടാക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന്റെ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കോൺസിക്വൻസും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. സാർ, ഇപ്പോൾ ഓപ്പറേഷൻ ഓണത്തിന്റെ ഭാഗമായിട്ട് വലിയ പരിശോധനയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. എന്നാൽ അതേസമയം ഈ ഉൽപാദകർ ഇങ്ങനെ നിരന്തരമായിട്ട് നിയമങ്ങൾ ലംഘിക്കുക എന്ന് പറയുന്നത് അതൊരു തലവേദനയാണ്. ഉൽപാദകരിൽ എല്ലാവരും നിയമലംഘകരല്ല. കൃത്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവരാണ് മിക്ക ഉൽപാദകരും. എന്നിരുന്നാലും ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച അറിവില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വില കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ പ്രത്യേക ഉദ്ദേശം. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഏറ്റവും അവസാനം ആസാദ് ഫുഡ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുകയും ഈ റോസ് വാട്ടറിനകത്ത് അടക്കം കൃത്രിമം കാണിച്ചു എന്നുള്ള പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ഇപ്പം? അത് സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ എൻക്വയറികൾ നടത്തി വരുന്നതേ ഉള്ളൂ. എൻക്വയറികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സെക്ഷൻസ് ആഡ് ചെയ്യണം നമ്മൾ തീരുമാനിക്കും. ഇത് സംബന്ധിച്ച് വലിയ സംഖ്യകൾ പിഴ അടയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കേസ് ചാർജ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കോടതി കേസ്, അല്ലെങ്കിൽ ഒരു അഡ്ജുഡിക്കേഷൻ കേസായിട്ട് തന്നെ കോടതിയിൽ ഇത് വരുന്നതാണ്. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളെ, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം ഈ ആളുകളെ, കസ്റ്റമേഴ്സിനോടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാനുഫാക്ചേഴ്സിനോടും ഈ ഒരു സമയത്ത് എന്താണ് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യം, ഓണം വിപണിയിൽ നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നല്ല ഭക്ഷ്യവസ്തുക്കൾ ഡിമാൻഡ് ചെയ്യുക തന്നെ വേണം. അതായത് ലേബൽ എല്ലാം കൃത്യമായിട്ടുള്ള ലേബൽ വയലേഷൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് ഡിമാൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്വാളിറ്റിക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിറവും മണവും രുചിയും വിലക്കുറവും നമ്മൾ പ്രിഫറൻസ് കൊടുക്കാതെ നല്ല ഭക്ഷണം, അതായത് ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വിപണിയിൽ പൂർണ്ണമായും ഈ നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഉൽപാദകരോട് പറയാനുള്ളത്, നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ ആക്ട്, റൂൾസ്, അതോടൊപ്പം തന്നെയുള്ള 28 റെഗുലേഷൻ, ഈ നിയമസംഹിതകളെല്ലാം അനുശാസിക്കുന്ന തരത്തിൽ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് വിപണിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഷോർട്ടേജ് വരാം, അതോടൊപ്പം തന്നെ വില കൂടുതൽ വരാം. എന്നാൽ കൂടുതൽ ഓവർ സ്റ്റോക്ക് ചെയ്യാതെ റെഗുലേഷനിലെ വ്യവസ്ഥകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ നിർമ്മാതാക്കൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്.